ബാക്കിയായ ചോറ് കൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോലും കിട്ടാത്ത ഒരു ഐറ്റം ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് ചോറ് എടുക്കുക. പുതിയതോ പഴയതോ ഏതായാലും എടുക്കുക. അത് നമ്മൾ ഒരു കപ്പ് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ കൂടെ തന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ കപ്പില്ലെങ്കിൽ നിങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അത് കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പൊ ഞാനിത് ഈ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ മാറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് പാത്രത്തിലാക്കി ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയേയില്ല, അത്രക്കും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഞാനിതാ ജസ്റ്റ് ഇതുപോലെ മാത്രമേ ചെയ്യുന്നുള്ളൂ. കുറച്ച് കൊക്കോ പൗഡറും പിന്നെ കുറച്ച് റൈസിൻസും മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും. ഒരു 5-10 മിനിറ്റ് മാത്രം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. അപ്പൊ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കോരി കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. നല്ല സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.